Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലബോറട്ടറി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഏകദേശം ഒരു ലാസ്റ്റ് എന്തെങ്കിലും കുറച്ചൊരു സെക്ഷനും കൂടിയാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. നമ്മൾ സിമ്പിൾസ് നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ജസ്റ്റ് സിമ്പിൾസ് നോക്കിയായിരുന്നോ? ഓർമ്മയുണ്ടോ? സിമ്പിൾസ് നോക്കിയിട്ടില്ല. ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് കുറച്ച് സിമ്പിൾസ് ആണ്. അതായത് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസും കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഓരോ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന്. ഇൻഫ്ലേമബിൾ കേട്ടോ, ഫസ്റ്റ് ഒക്കെ നോക്കാം. ഡേഞ്ചർ നോക്കി, ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ. ദെൻ ഹാർംഫുൾ, കോറസീവ്, ഇലക്ട്രിക്കൽ ഹസാർഡ്സ്, പോയിസൺ, റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ, അതുപോലെ തന്നെ ബയോ ഹസാർഡ്സിന്റെ. അപ്പൊ ഓരോന്നിന്റെയും സിമ്പിൾസ് എന്തൊക്കെയാണ് ആ ഡിനോട്ട് ചെയ്യുന്ന ആ പിക്ചറിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഡിനോട്ട് ചെയ്യുന്ന പിക്ചർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത് ആ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ്. വാട്ട് റെസ്പോൺസിബിലിറ്റീസ് ആർ കോമൺ ഫോർ ലാബ് മാനേജർ ജോബ്സ് അല്ലെ. അപ്പോ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ലാബ് മാനേജറിന്റെ ജോബ്സ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇതുവരെ എന്താണ് ഒരു ലബോറട്ടറി എന്ന് പഠിച്ചു. ദെൻ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് അവിടെ, അല്ലെങ്കിൽ അത് ലൊക്കേഷൻ എവിടെയാണ്, ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഇത് നോക്കിയത്. ദെൻ ലാസ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ലാബ് മാനേജറെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കോമൺ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതെന്ന് നോക്കാം. കുറച്ച് പോയിന്റ് ആയിട്ടാണ്, കുറച്ചധികം പോയിന്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. വലിയ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് വായിക്കുക, മനസ്സിലാക്കുക, അത്രയും മതി. ഓക്കെ. നിങ്ങൾ കണ്ടത് പേടിച്ചു പോകണ്ട. ഒത്തിരി ഉണ്ടല്ലോ, പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട. ജസ്റ്റ് അത് വായിച്ചു പോകുന്നുള്ളൂ. നോക്കാം. ഫസ്റ്റ് വൺ, ഔട്ട്ലൈൻ എക്സിക്യൂട്ടീവ് ആൻഡ് സൂപ്പർവൈസ് ദ ലബോറട്ടറി ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെ. അതായത് ലബോറട്ടറിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് എല്ലാം ഔട്ട്ലൈൻ ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുകയും ചെയ്യുക. സെക്കൻഡ് വൺ, കോണ്ടാക്ട് വിത്ത് നഴ്സിംഗ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ് വെൻ എവർ നീഡഡ്. നമ്മള് നഴ്സിംഗ് സ്റ്റാഫിനോടും മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളോട് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നത്. ഈ മാനേജർക്ക് അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ആവശ്യം പോലെ അവരോട് എന്തെങ്കിലും ഹെൽപ്പോ അവരുടെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യുക. The third one, implement policies and procedures connected to with a specific area. ഓരോ സ്പെസിഫിക് ഏരിയയിലോട്ടും അവിടെ കുറച്ച് അവർക്കുള്ള പോളിസീസുകളും പ്രൊസീജിയേഴ്സുകളും കണക്ട് ചെയ്ത് കൊടുക്കുക. മീൻസ് നയങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊക്കെ കൊടുക്കുകയാണ് ഓരോ ഏരിയയിലേക്കും. Then access, observe, then track and train technical and employee performance അല്ലെ. അതായത് ഇപ്പോൾ ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതികമായിട്ടുള്ളതും അല്ലെങ്കിൽ തൊഴിൽ പ്രകടനങ്ങളും ടെക്നിക്കൽ ആയിട്ടുള്ള എംപ്ലോയീസിന്റെ പെർഫോമൻസിന് വിലയിരുത്തുക. എംപ്ലോയ്മെന്റ്സിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തുക. Then arrange on-site training for new and existing staff members. അതായത് സ്റ്റാഫിന് ഒരു ഓൺസൈറ്റ് പരിശീലനം മീൻസ് ട്രെയിനിങ്ങുകളും മറ്റും സ്റ്റാഫ് മെമ്പേഴ്സിന് നൽകുക. പുതിയ സ്റ്റാഫുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ സ്റ്റാഫുകൾക്കാണെങ്കിലും അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്സും കാര്യങ്ങളും നൽകുക. ഡിസ്ചാർജ് അഡീഷണൽ ഡ്യൂട്ടീസ് ആൻഡ് അസൈൻഡ് ഇൻ സപ്പോർട്ട് ഓഫ് ലബോറട്ടറി ഓപ്പറേഷൻസ്. അതായത് ലബോറട്ടറി പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതലകളൊക്കെ നിർവഹിക്കുകയാണ്. Extend customer service to include all internal and external customers. അതായത് ആന്തരികവും എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഉപഭോക്താക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സേവനം നൽകുക. മീൻസ് പേഷ്യൻസിനോട്, ഇവിടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാണ്? പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു സേവനം നൽകുക.
make sure that communication of laboratory data and appropriate result reporting നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അല്ലെ ഒരു ആശയവിനിമയം പേഷ്യൻസുമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസൾട്ട് റിപ്പോർട്ടിംഗ് നൽകണം. കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടും റിപ്പോർട്ടിംഗും പേഷ്യൻസിന് നൽകണം അല്ലെ. നമ്മൾ ഒരു ലാബിൽ ചെല്ലുമ്പോൾ അതല്ല ഏറ്റവും ആദ്യമായിട്ട് വേണ്ടുന്ന ഒരു കാര്യം. ലാബിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമുക്ക് ലഭിക്കേണ്ടത് അല്ലെ. അതിൽ വേറെ മാറ്റമൊന്നും മാറിപ്പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒന്നും വരാൻ പാടില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കണം നൽകേണ്ടത്. റിലീസ് സാമ്പിൾ ടു ലബോറട്ടറി സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഡ്യൂ ഡേറ്റ്സ് ആൻഡ് ടേൺ അറൌണ്ട് ടൈംസ്. അതായത് നമ്മള് സാമ്പിള് നമ്മളിപ്പോ യൂറിനോ അങ്ങനെയുള്ള സാമ്പിളുകൾ നമ്മൾ കളക്ട് ചെയ്യും ലബോറട്ടറിയിൽ അല്ലെ. ഇപ്പോ യൂറിനോ ബ്ലഡോ മറ്റും നമ്മളെ സാമ്പിളുകൾ കളക്ട് ചെയ്യുമ്പോൾ ആ ജീവനക്കാർക്ക് ആ സാമ്പിളുകൾ റിലീസ് ചെയ്യുന്നതിനായിട്ടുള്ള തീയതി അതുപോലെ തന്നെ തീയതിയും എപ്പോഴാണ് അത് കൊടുക്കുന്നത്. റിലീസ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് എപ്പോഴാണ് നമ്മൾ തരുന്നത് നമ്മളോട് പറയാറുണ്ട്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ടോ ചിലതൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് ടേൺ ഓവർ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രവൃത്തി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം. അതിനാണ് ടേൺ ഓവർ ടൈം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ടെസ്റ്റ്, ഇപ്പൊ ചില ടെസ്റ്റുകൾ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1 മണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ റിസൾട്ട് വരും. പക്ഷെ ചില ടെസ്റ്റുകൾ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലിപ്പോ എക്സാമ്പിൾ പറയണെങ്കിൽ ഏതാണ് എക്സാമ്പിള് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇപ്പൊ അലർജി ടെസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടാറുണ്ടോ? അങ്ങനെ കിട്ടാറുണ്ടോ നിങ്ങൾ പറയില്ലേ? നമുക്കറിയാം കൾച്ചറും തൈറോയിഡും അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ കുറച്ച് ഡിലേ വരും. ഡിലേ മീൻസ് അതിന് ആ ഒരു ടൈം കുറച്ച് കൂടുതൽ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതിനെയാണ് നമ്മൾ ഈ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയുന്നത്. അതായത് അത് പൂർത്തീകരിക്കാൻ എടുക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ ടേൺ അറൌണ്ട് ടൈം എന്ന് പറഞ്ഞാൽ. അതായത് ഇതുപോലെ തൈറോയിഡ് അങ്ങനെയുള്ള ചില ടെസ്റ്റുകൾ അലർജി ടെസ്റ്റുകളും ചില ടെസ്റ്റുകളൊക്കെ ടൈം എടുക്കും. അപ്പൊ ആ ടൈമും കാര്യങ്ങളും എപ്പോഴാണോ അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ആ ടൈമും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി പറയുന്നത് ഗൈഡ് ദ ഹാൻഡിലിംഗ് ആൻഡ് റിസൊല്യൂഷൻ കോംപ്ലക്സ് ഇഷ്യൂസ് ആൻഡ് കംപ്ലൈൻസ് അല്ലെ. അതായത് എന്തെങ്കിലും ലബോറട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് അതിനു വേണ്ടി റിസൊല്യൂഷനും ചെയ്തു കൊടുക്കുക. പരിഹാരം എന്താണോ അത് ഒന്ന് പരിഹാരം ചെയ്തു കൊടുക്കുക. Then responsible for all employees who are working at labs on demand facilities. അതായത് ലാബുകളില്ല എല്ലാ സ്റ്റാഫുകൾക്കും അവർക്ക് ഒരു ഉത്തരവാദിത്വം മീൻസ് അവരുടേതായിട്ടുള്ള ഡിമാൻഡ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള റിക്വയർമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതെല്ലാം എന്താണോ അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് ചെയ്തു കൊടുക്കേണ്ട റിക്വയർമെന്റ്സ് എന്താണോ അതനുസരിച്ചിട്ട് അവർക്കുള്ള ഡിമാൻഡ് ഫെസിലിറ്റീസ് റിക്വയർമെന്റ്സ് ലാബിൽ ചെയ്തു കൊടുക്കുക വർക്കിംഗ് സ്റ്റാഫുകൾക്ക്. Ensure adherence with the federal, state and system regulation to provide operation. അതായത് ഇതുപോലെ ഓപ്പറേഷൻസ് മറ്റും നൽകുന്നതിന് എന്ത് വേണം? നമ്മൾ ഒരു സിസ്റ്റം റെഗുലേഷൻസും അതുപോലെ തന്നെ ഫെഡറൽ സ്റ്റേറ്റ് ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂള് ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത്. Assure compliance with all cooperative policy procedures in the laboratory. അതുപോലെ തന്നെ എല്ലാ കോർപ്പറേറ്റീവ് ആയിട്ടുള്ള പോളിസീസുകൾ കറക്റ്റ് ആയിട്ട് തന്നെ ലബോറട്ടറിയിൽ പാലിച്ചു കൊണ്ടുവരണം. Enlarge the lab's research portfolio by helping to develop new research projects and proposals. പുതിയ ഗവേഷണങ്ങളോ റിസർച്ചുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ലാബിന്റെ പോർട്ട്ഫോളിയോ വികസിപ്പിക്കുക. എന്താ പോർട്ട്ഫോളിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാബിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ അടങ്ങുന്നതിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റിസർച്ചും മറ്റും നടത്താൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടതാക്കുക. Set up and keep all laboratory records in accordance with the specification. അതായത് ഓരോ എന്താണ് നമ്മൾക്ക് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് കൊണ്ട് തന്നെ ലബോറട്ടറിയുടെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യുക. Make sure that supplies are available as needed for lab sections. അതായത് നമ്മൾക്ക് പറഞ്ഞു ഇപ്പൊ ലാബ് സെക്ഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് അവൈലബിൾ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. Suggest measure to enhance testing procedures, use of equipment and needs for new equipment. ഇപ്പൊ അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതായത് ടെസ്റ്റിംഗ്സിനും നടപടിക്രമങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പുതിയ ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരണോ എന്നൊക്കെ അതിനൊക്കെ പറ്റിയൊക്കെ ഒരു വിശകലനം നടത്തുക. Monitor, analyze and justify expense and revenue within the department. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ മീൻസ് ലബോറട്ടറി ആ ലാബ് ഡിപ്പാർട്ട്മെന്റ്സിൽ
വരുന്ന മീൻസ് ചെലവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വരവുകളും, അല്ലെങ്കിൽ മീൻസ് നിരീക്ഷിക്കുകയും അത് വിശകലനം ചെയ്യുകയും ചെയ്തു. ഇപ്പൊ പുതിയ എക്യുപ്മെന്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ഇത്ര എമൗണ്ട് വരും. അപ്പൊ അതിന്റെ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ദിവസത്തിൽ ലാബിൽ വരുന്ന കളക്ഷൻസ് എത്രയാണ്, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും അനലൈസ് ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം കൂടി ലാബ് മാനേജർക്കുണ്ട്. ഓക്കെ, കുറെ പോയിന്റ് ഉണ്ട്, അതിന് വിഷമിക്കണ്ട. നോക്കുമ്പോ കുറച്ച് പോയിന്റ് ഉണ്ട്, ഇതെങ്ങനെ പഠിക്കും എന്നുള്ള ചിന്തയായിരിക്കും അറിയാം എല്ലാവർക്കും. കുഴപ്പമില്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട, വായിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ദെൻ നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഇനി എടുക്കാൻ പോകുന്നതാണ്. കാരണം മൊഡ്യൂൾ 1 നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തിട്ടില്ല അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി മാത്രമല്ലേ ഇനി മൊഡ്യൂൾ 1 ആണോ? യെസ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം, എങ്കിലേ നമുക്ക് മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എടുക്കാൻ പോകുന്നത്. എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുമായിട്ട് ഈ ഫീൽഡുമായിട്ട് റിലേറ്റഡ് അല്ലാത്തവർക്ക് പോലും അത്യാവശ്യം അറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചാപ്റ്റർ ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് കോമൺലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാ ഇനി. അപ്പോ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്താണ്? നമ്മളൊരു ഹോസ്പിറ്റലുകളിലെ എമർജൻസി അല്ലെങ്കിൽ അത്യാഹിത വിഭാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ് അവിടെ ചെയ്യുന്നത്? എന്ത് ട്രീറ്റ്മെന്റ് ആണ്? നിങ്ങളുടെ അറിവില് എങ്ങനെയാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കമന്റ് ചെയ്യാമോ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് അവിടെ പ്രവേശിപ്പിക്കുന്നത്? ഓക്കെ, ഒരാളൊന്ന് പറയാമോ? ഒരാള് പറയണേ, ഡിസ്റ്റർബ് ആവരുത്. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? കാഷ്വാലിറ്റി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എപ്പോഴൊക്കെയാണ് ഇത് വർക്കിംഗ് ആയിട്ടുള്ളത്? 24 hours. 24 hours വർക്കിംഗ് ആണ്. ദെൻ എവിടെയാണ് നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ മീൻസ് എവിടെയായിട്ടാണ് നിങ്ങൾ? ഫ്രണ്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അല്ലെ. ദെൻ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങള്? അത്ര അറിയാൻ പാടുള്ളൂ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരും ഉൾപ്പെടും? പ്രൈമറി കെയർ ആണ്, എക്യുപ്മെന്റ്സ് അല്ലെ അത്യാവശ്യം. പിന്നെ ഏതൊക്കെ അസുഖങ്ങളുള്ള പേഷ്യൻസ് ആയിരിക്കും ഇങ്ങനെ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്നത്? ആക്സിഡന്റ് കേസുകൾ വരാം, ശ്വാസതടസ്സം, എന്തെങ്കിലും ശ്വസിക്കാനുള്ള ബ്രീത്തിങ് പ്രോബ്ലംസ്, ഇഞ്ചുറീസ്, ഓക്കെ, ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇനി പറയാൻ പോകുന്നതും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ഒരു വിഭാഗമാണ് അല്ലെ. അതുപോലെ നിങ്ങൾ പറഞ്ഞു ആക്സിഡന്റ് കേസുകളും ഇഞ്ചുറീസും അതുപോലെ തന്നെ എന്താണ് ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള പേഷ്യൻസും മറ്റൊക്കെയാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. നിങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിന് ഫ്രണ്ടിലായിട്ട് ഏറ്റവും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഒരു ഏരിയയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ 24 hours അവിടെ സേവനം ലഭ്യമാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻസിലും പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ വായിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. The accident and emergency department, that is A and E. അപ്പോ A and E എന്ന് ഡിനോട്ട് ചെയ്യുന്നത് accident and emergency. The accident and emergency department acts as the treats people with major trauma, serious injuries and illness
and those in need of emergency treatment. അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ് ആക്സിഡന്റ് കേസുകൾ വരും, അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസ് ആണ് മേജർ ട്രോമ. എന്താ ട്രോമ പേഷ്യൻസ്? ട്രോമ മറന്നുപോയോ? ട്രോമ മീൻസ് വലിയ വീഴ്ചകളോ മറ്റു ആഘാതങ്ങളോ സംഭവിച്ചത്, ഇഞ്ചുറീസ് സംഭവിച്ചത്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, അതുപോലെ തന്നെ ഇൽനസ്, അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റ് നൽകുന്നത്. ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. അല്ലെ, ഒരു 24 hours ഇത് ഓപ്പൺ ആണ്. ഇൻ എമർജൻസി പേഷ്യന്റ് വിത്ത് ലോസ് ഓഫ്, ഇനി കുറച്ച് എക്സാമ്പിൾ പറയാൻ കേട്ടോ, ഏതൊക്കെ തരത്തിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എമർജൻസി പേഷ്യന്റ് എന്ന് വിളിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ദ പേഷ്യന്റ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. എന്താ കോൺഷ്യസ്നെസ്? ലോസ് ഓഫ് മീൻസ് അബോധാവസ്ഥയിലായിരിക്കുന്ന പേഷ്യൻസ്. മീൻസ് ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയോ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള അബോധാവസ്ഥയിലായിട്ടുള്ള പേഷ്യൻസുകൾ. അതുപോലെ തന്നെ കൺഫ്യൂഷൻ വെച്ചാൽ എന്താണ്? ആശയക്കുഴപ്പം. അതായത് ഇവിടെ ചിലപ്പോ എന്തെങ്കിലും ഇതുപോലെ തന്നെ കുഴഞ്ഞു വീണു, മീൻസ് ഒരു റിലീവ് ഉണ്ടാവില്ല, ആൾക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കൺഫ്യൂഷൻ. ദെൻ പെർസിസ്റ്റന്റ് സെർവ് ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ. അതായത് ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര സ്ഥിരമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു ചെസ്റ്റ് പെയിൻ, അല്ലെ, നെഞ്ചുവേദന, അതുപോലെ തന്നെ അബ്ഡോമിനൽ സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വേദനകൾ, അങ്ങനെയുള്ള പേഷ്യൻസ്. ദെൻ സ്ട്രോക്ക് പേഷ്യൻസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആർ ഓൾസോ ട്രീറ്റഡ്. ഇത്രയും കേസുകളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എമർജൻസി കേസുകൾ എന്ന് പറയാൻ പറ്റുന്നത്. ദെൻ ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റീവ് നെയിംസ്. ഇതിനെ തന്നെ നമ്മൾ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മൾ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നത്. കാഷ്വാലിറ്റി, നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വലിയൊരു ഇതിൽ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ലേ? അത്യാഹിത വിഭാഗം. ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? യെസ്, ഓക്കെ. അപ്പോ കാഷ്വാലിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കാം. ദെൻ എമർജൻസി റൂം എന്നും കൂടി വിളിക്കും. അപ്പൊ 3 ടൈപ്പിലാണ് നമ്മൾ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുന്നത്. കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഓക്കെ, ഇതാണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. 24 hours അവിടെ ഓപ്പണിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പേഷ്യൻസ്, ഇപ്പോ ട്രോമ പേഷ്യൻസും അതുപോലെ ബ്രീത്തിങ് പ്രോബ്ലംസ് ഉള്ളതും സ്ട്രോക്ക് വന്ന പേഷ്യൻസുകളും അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസും, ഇവരെയൊക്കെയാണ് നമ്മൾ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ, കോമൺ ആയിട്ട് നമുക്കറിയാവുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു, എവിടെയാണ് നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണുന്നത്? അല്ലെ, നിങ്ങൾ പറഞ്ഞു എവിടെയാണ് കാണുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്? സെക്കൻഡ് ഫ്ലോറിലാണോ, തേർഡ് ഫ്ലോറിലാണോ, എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അല്ലെ. ഏതൊരു ഹോസ്പിറ്റലിന്റെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയായിരിക്കും. നമുക്ക് ഓൾറെഡി പെട്ടെന്ന് തന്നെ കയറാൻ പറ്റുന്ന ഒരു ഏരിയയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പോയിന്റ്സ് വായിക്കാം. ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് വൺ, ലൊക്കേറ്റഡ് ഓൺ ദി ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ അല്ലെങ്കിൽ തേർഡ് ഫ്ലോറിലോ ആക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? കാരണമൊന്നുമില്ല, അവിടെ സ്പേസ് ഉണ്ടായതുകൊണ്ടാണോ? പെട്ടെന്ന് എത്താനായിട്ട് അല്ലെ. എമർജൻസി ആയിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു രോഗിക്ക് അപ്പൊ തന്നെ നമുക്ക് സഡൻ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് അല്ലെ. സമയത്തിന് വിലയുണ്ട് അല്ലെ. അപ്പോ നമുക്ക് എന്താണ്, പെട്ടെന്ന് ഒരു ട്രീറ്റ്മെന്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിലാക്കിയിരിക്കുന്നത്. ദെൻ സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്. അപ്പോ ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിനുള്ളിലേക്ക് ഒരു കാഷ്വാലിറ്റിയിലേക്ക് വരാൻ വേണ്ടി മാത്രം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ മെയിൻ എൻട്രൻസിൽ കൂടി തന്നെ ഒരു പ്രധാന കവാടത്തിൽ കൂടി തന്നെ എമർജൻസിയിലോട്ട് വരാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാകും. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. ആംബുലൻസ് പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആയിരിക്കും ഈ കാഷ്വാലിറ്റിയുടെ ആ ഒരു ഫ്രണ്ടില്. വെൽ മാർക്ക്ഡ് പ്രോപ്പർ ലൈറ്റനിങ് ആൻഡ് സൈൻസ് അല്ലെ. കാഷ്വാലിറ്റിയിൽ നിങ്ങൾ കാഷ്വാലിറ്റി എന്നുള്ള ഒരു ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാ? വളരെ വലുതായിട്ട് ലൈറ്റനിങ് ആയിട്ടുള്ളത്. പെട്ടെന്ന് ഇപ്പോ രാത്രിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അല്ലെ. ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതിയിലായിട്ടുള്ള ഒരു ലൈറ്റനിങ്ങും സൈൻസ് ഒക്കെ ആയിരിക്കും ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോണ വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ കാണുകയാണെങ്കിൽ കാഷ്വാലിറ്റി ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്
ലൈറ്റനിങ് ആണോ, സയൻസ് ഇതുപോലെയൊക്കെയാണോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം സ്ട്രീറ്റ്സ് അല്ലെ, അതാണ് പറഞ്ഞത്. റോഡിൽ നിന്ന് നമുക്ക് മീൻസ് റോഡ് സൈഡിലൊക്കെ തന്നെയുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലേ നമുക്ക് പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി കാണാൻ പറ്റും ഇല്ലേ. നമ്മൾ റോട്ടിൽ കൂടി പോണേണ്, ട്രാവൽ ചെയ്യുമ്പോൾ ഹോസ്പിറ്റല് ജസ്റ്റ് ആ കാഷ്വാലിറ്റി എഴുതി വെച്ചിരിക്കുന്നത് എവിടെ നോക്കിയാലും കാണാൻ പറ്റും ഇല്ലേ. കാണാൻ പറ്റുമോ? നോക്കാറുണ്ടോ ഇതൊക്കെ ഒന്ന്? യെസ്, ഓക്കെ. അപ്പൊ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോഴേ ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടിയൊക്കെ പോകുമ്പോ ഒന്ന് നോക്കാട്ടോ, സ്ട്രീറ്റിൽ കൂടി തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഈ കാഷ്വാലിറ്റി എന്നൊക്കെ എഴുതിയേക്കണത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കൂലേ ഇനി എല്ലാവരും? നമ്മൾ നോക്കാറൊന്നുമില്ല ഇതുവരെ, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലെ. പക്ഷെ ഇത് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഹോസ്പിറ്റലായിട്ട് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു, നമ്മൾ പോകുമ്പോൾ ഇതൊക്കെ ഉണ്ടോ, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണോ എന്നൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത് ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ ഫ്രം സ്ട്രീറ്റ്. നമ്മൾ വഴി കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റണം. ദെൻ ക്ലോസ് ടു മെഡിക്കൽ ഓക്കെ ഓക്കെ ലെഫ്റ്റ് ചെയ്തോളൂ. റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ, കുഴപ്പമില്ല. നിങ്ങൾ ക്ലാസ് മിസ് ആവുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം. ഓക്കെ, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയണത് വേറെ ഒന്നുമില്ല. നമ്മൾക്ക് എക്സാമിന് കുറച്ചും കൂടി നിങ്ങൾക്ക് മീൻസ് അറിയാം ഓരോരുത്തരുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് അറിയാം. മീൻസ് കുഞ്ഞുങ്ങളുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന അറിയാം. കുഴപ്പമില്ല, പറ്റുന്ന പോലെ എന്ത് ചെയ്യുക, റെക്കോർഡ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ എലാവറ്റേഴ്സ്. എലാവറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇലവറ്റേഴ്സ് എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും? ലിഫ്റ്റില് ലിഫ്റ്റ് സജ്ജീകരണം, ലിഫ്റ്റ് ഫെസിലിറ്റി. അപ്പോ നമ്മൾ ഇപ്പോ ഈ പറഞ്ഞ മെഡിക്കൽ മീൻസ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡുകളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ അതിനോട് ചേർന്നായിരിക്കും. മീൻസ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണല്ലോ. അതുപോലെ തന്നെ ലിഫ്റ്റ് ഉണ്ടാകും, അടുത്ത് തന്നെ റേഡിയോളജി ലബോറട്ടറി, ഇതെല്ലാം ഒറ്റ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ട് റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം അല്ലെ. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആ ഒരു പ്രവർത്തന സമയം കുറയ്ക്കാൻ, മീൻസ് പെട്ടെന്ന് തന്നെ ക്രിട്ടിക്കൽ ടൈം മീൻസ് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭിക്കാൻ. ഈ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഈ അത്യാസന്റെ നിലയിൽ പറ്റുന്ന ഒരു പേഷ്യന്റിനെ കൊണ്ട് സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുമ്പോഴേക്കും ചിലപ്പോൾ ആളുടെ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രൗണ്ട് ഫ്ലോറിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാമോ? ഇൻട്രൊഡക്ഷനും ലൊക്കേഷനും മാത്രം ഒന്ന് വായിക്കാം. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് ഞാൻ കൂടെ നമുക്ക് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വായിക്കുന്നത്. ഇത് സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ പറയാ, കുറച്ച് സ്പീഡിൽ പോയതാണ് കേട്ടോ. കാരണം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണല്ലോ. അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഉച്ച സമയമല്ലേ, വളരെ സ്ലോ ആയിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉറക്കം വരാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ കുറച്ച് ചടപടാന്ന് പറഞ്ഞ് ഇച്ചിരി സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല അല്ലെ. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. ഇൻട്രൊഡക്ഷനും ലൊക്കേഷനും വായിക്കാം. ദെൻ ഫസ്റ്റില് വായിക്കുമ്പോൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എ ആൻഡ് ഇ ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോളൂ. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് നെയിംസ് എന്തൊക്കെയാണ്? കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, എമർജൻസി റൂം. ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. പ്രത്യേകം ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം. ദെൻ വായിച്ചു നോക്കിക്കോളൂ. വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് വായിച്ച് ഞാൻ വായിക്കാൻ പറയുന്നത് കൊണ്ടൊന്ന് ഒടിച്ചിട്ട് വായിക്കില്ല, മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, എക്സ്പാൻഡ് ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. എമർജൻസി ഡിപ്പാർട്ട്മെന്റും എമർജൻസി റൂമും
ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആണ്, അത് 3 കേട്ടോ. A and E, ED, ER. ലൊക്കേഷന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നമ്മുടെ എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇല്ലേ, മീൻസ് നമ്മുടെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ തന്നെ ഈ ലാബറട്ടറീസ് എന്ന് വെച്ചാൽ ലിഫ്റ്റ് ഉണ്ടാവും അടുത്ത് തന്നെ. ദെൻ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, ലബോറട്ടറി, ഇതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയല്ലേ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. അതായത് എന്താ, നമുക്ക് ടൈം കുറച്ചും കൂടി മീൻസ് പെട്ടെന്ന് ടൈം മീൻസ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ടൈം കുറയ്ക്കാൻ. ഇപ്പൊ ഒരു 3rd ഫ്ലോറിലോ അല്ലെങ്കിൽ 4th ഫ്ലോറിലൊക്കെ ആണെങ്കിൽ ആളെ കൊണ്ട് അവിടെ എത്തണ്ടേ നമ്മള്. അപ്പോ അതിന് പകരം പെട്ടെന്ന് തന്നെ ടൈം ഇതാക്കാൻ വേണ്ടി ഓൺ ദ സ്പോട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ രോഗിയെ പ്രവേശിപ്പിക്കുക, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. വായിച്ചോ? കംപ്ലീറ്റ് ആയി? ഓക്കെ. നമ്മള് എന്താണ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നോക്കി, ദെൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ. എങ്ങനെയാണ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. എൻട്രൻസ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി ഷെൽട്ടേർഡ് ടു പ്രൊട്ടക്ട് ആംബുലൻസ് പേഷ്യന്റ് ഫ്രം ദ വെദർ വൈൽ അൺലോഡിംഗ്. അതായത് നമ്മള് പേഷ്യൻസിന് ഇപ്പോ എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിന് ചിലപ്പോ ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പോ ചിലപ്പോ ഷിഫ്റ്റ് ചെയ്ത് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന പേഷ്യൻസും മറ്റും. അങ്ങനെയുള്ള മീൻസ് ആംബുലൻസിലൊക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ രോഗികളെ ആംബുലൻസിൽ നിന്നും ഇറക്കുമ്പോ ഷിഫ്റ്റ് ചെയ്യുമല്ലോ. അൺലോഡ് ചെയ്യുക എന്ന് വെച്ചാല് ആംബുലൻസിൽ നിന്ന് ഇറക്കുക എന്നുള്ളൊരു മീനിങ് ആയിട്ടൂടെ അൺലോഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ അൺലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ അൺലോഡ് ചെയ്യുമ്പോൾ ആ രോഗിക്ക് പേഷ്യൻസിന് വെദർ മീൻസ് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ചിലപ്പോ ഒന്ന് നമ്മൾ ട്രാൻസ്ഫറിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോയിന്റ്. ഇപ്പൊ അവർക്ക് എന്താ ഒരു ബ്ലാങ്കറ്റ് ഒക്കെ കൊടുക്കുകയെന്ന് ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ആ ഒരു പോയിന്റ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് മാത്രം ഓർമ്മയുള്ളോ? പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുമ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ്സും മറ്റും നൽകുക. ആ ഒരു സെയിം പോയിന്റ് പറയുന്നത്. അതിപ്പോ തണുപ്പ് മീൻസ് കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് ഇപ്പൊ ബ്ലാങ്കറ്റ്സോ മറ്റും അവർക്ക് നൽകിയിട്ട് അങ്ങനെ വേണം ആളെ പ്രവേശിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് എവിടെയോ ഓർമ്മയ്ക്കുണ്ടല്ലേ അല്ലെ. സെയിം ഇതേ ഒരു പോയിന്റ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിൽ പറയുന്നുണ്ട്. രോഗിയെ ഇറക്കുമ്പോൾ അതിന് വേണ്ട ബ്ലാങ്കറ്റ്സും നൽകുക കേട്ടോ. എവിടെങ്കിലും ഇത് പോയി നോക്കണേ. ഇങ്ങനെ പറഞ്ഞ പോയിന്റ് അവിടെ ഉണ്ടാകുന്നത് നോക്കിക്കണേ, ഓർമ്മയില്ലാത്തവരെ. സെക്കൻഡ് വൺ, adequate reserved parking space for ambulance and cars of patients. ഇനി അതുപോലെ തന്നെ അത്യാഹിത വിഭാഗത്തിലേക്കുള്ള പ്രവേശനം, അത് മീൻസ് രോഗികളുടെ ആംബുലൻസും അതുപോലെ തന്നെ ഇപ്പോ സ്വന്തം വണ്ടിക്കാണ് കാറിനൊക്കെയാണ് വരുന്നതെങ്കിൽ അതിന് പാർക്കിംഗ് ഫെസിലിറ്റീസ് കൊടുക്കുക. പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ദെൻ ആഡിക്വേറ്റ് സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രക്ചേഴ്സ് അല്ലെ, അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ് അക്കോമഡേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇനി ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി നമുക്ക് ശ്രദ്ധിക്കണം അല്ലെ. അതായത് ഹോസ്പിറ്റലുകളുടെ ഫ്രണ്ടില് ഈ അത്യാഹിത വിഭാഗം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നതിന്റെ ഫ്രണ്ടിൽ തന്നെ, അതായത്
ഹോസ്പിറ്റലിൽ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുൻപ് തന്നെ ഫ്രണ്ടിലായിട്ട് കുറെ സ്ട്രക്ചേഴ്സും വീൽ ചെയർസ് ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? യെസ്, ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്? വെറുതെ അവിടെ കുറെ സ്പേസ് ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുന്നതാണോ? ഇതിനു വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ സ്പേസ് വെച്ചിരിക്കുന്നത്. വീൽ ചെയേഴ്സും. ഇനി ഇതൊന്നും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിലേ ഒന്ന് ശ്രദ്ധിക്കണോട്ടോ കേട്ടോ. എമർജൻസി ആയിട്ടായിരിക്കും പേഷ്യൻസിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇപ്പൊ ആംബുലൻസിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അപ്പൊ തന്നെ സ്ട്രക്ചറിൽ നമ്മൾ രോഗിയെ എന്ത് ചെയ്യണം? പ്രവേശിപ്പിക്കണം അല്ലെ? അതുപോലെ ഇപ്പൊ നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതോ സഡൻ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടാൻ വേണ്ടി ഈസിലി ഹാൻഡിൽ, ഓക്കെ, എല്ലാം ശരിയാണ് അല്ലെ? അപ്പൊ വീൽ ചെയറിൽ ഇപ്പൊ നടക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അപ്പൊ തന്നെ അറ്റൻഡർ ചെന്നിട്ട് വീൽ ചെയർ ആയിട്ട് പേഷ്യൻസിനെ കൂട്ടിക്കൊണ്ടുവരും അല്ലെ? അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നത്, ഈ സ്ട്രക്ചേഴ്സും സംഭവങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്നത്. Ramps for wheelchairs and pedestrians access in the case of raised platform അല്ലെ? അതായത് എന്താണ് പറയുന്നത്? കാൽനട പെഡസ്ട്രിയൻ എന്ന് പറഞ്ഞാൽ കാൽനട നടന്നു പോകുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ വീൽ ചെയേഴ്സിനും ഉയർന്ന പ്ലാറ്റ്ഫോമിലും റേസ്ഡ് ആയിട്ടുള്ള റാംസ് ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റെയർ അല്ലാതെ തന്നെ സൈഡിൽ കൂടി ഒരു റാമ്പ് പോലെ ഉണ്ടാവും അല്ലെ? മീൻസ് ഒരു വളവ് പോലെയൊക്കെ നമ്മൾ റോഡിന്റെ വളവ് തിരിവെക്കില്ലേ, അതേപോലത്തെ ഒരു റാമ്പ് ഉണ്ടാവും. മീൻസ് ഈ സ്ട്രക്ചറിൽ പേഷ്യൻസിനെ കൊണ്ടുപോകാനും പറ്റും, അതുപോലെ തന്നെ ആളുകൾക്ക് ഇപ്പൊ ബൈസ്റ്റാൻഡർക്ക് കൂടെ നടക്കാനൊക്കെ പറ്റും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയും കൂടി നമ്മളുടെ ഇവിടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, റാംസുകൾ. ഇതൊക്കെ ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കണോട്ട് എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ റാംസും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എന്താ പറയാ വീൽ ചെയറും അതൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻസിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. അപ്പോ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ഏരിയകളാണ് ഉള്ളതെന്ന് മെയിൻ ആയിട്ട് 2 ഏരിയ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫങ്ഷണൽ ഏരിയയും അതുപോലെ തന്നെ അതർ ഏരിയ. ഫങ്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ? സ്ക്രീൻ ക്ലിയർ ആണോ? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ദെൻ എന്ത് പറ്റി ഒരാൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു? ഒന്നുകൂടി ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്യാമോ? ലെഫ്റ്റ് ചെയ്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് നോക്കണേ. ചിലപ്പോ എന്തെങ്കിലും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. കാരണം ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പൊ പറഞ്ഞ ആള് ഇനി പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് കയറണേ. എന്തെങ്കിലും റേഞ്ചിന്റെ ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് 2 ഏരിയകളാണ്, ഫങ്ഷണൽ ഏരിയയും അതുപോലെ തന്നെ അതർ ഏരിയാസും. ഫങ്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് പ്രവർത്തനങ്ങളും കാര്യങ്ങളും ട്രീറ്റ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയ ആണ് ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന ഏരിയകളാണ് നമ്മൾ അതർ ഏരിയ എന്ന് പറഞ്ഞ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ആയി. ഓക്കെ, എന്തെങ്കിലും ചെറിയൊരു റേഞ്ചിന്റെ പ്രശ്നം വന്നതായിരിക്കും കേട്ടോ. അപ്പോ ഫങ്ഷണൽ ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ആംബുലൻസ് ആൻഡ് ആംബുലൻസറി എൻട്രൻസ്. ആംബുലൻസ് വരുന്ന ഒരു എൻട്രൻസും കാര്യങ്ങളും. ദെൻ റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയ. റിസപ്ഷൻ ഉണ്ട്. ട്രയേജ് എന്ന് വെച്ചാൽ എന്താണ്? ട്രയേജ് മീൻസ് എന്താ? ട്രയേജ് പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്സ്, ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന് നടക്കുന്ന ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ട്രയേജ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയാസ്, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ്പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ റെസ്യൂസിയേഷൻ ഏരിയ. എന്താ റെസ്യൂസിയേഷൻ ഏരിയ എന്ന് വെച്ചാൽ പുനരുജ്ജീവന ഏരിയ. അതായത് ഇപ്പോ CPR ഒക്കെ കൊടുക്കില്ലേ, പുനരുജ്ജീവിപ്പിക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള ഒരു ഏരിയയാണ് നമ്മൾ റെസ്യൂസിയേഷൻ ഏരിയ എന്ന് വിളിക്കുന്നത്. ഇപ്പോ എക്സാമ്പിൾ പറയുമെങ്കിൽ CPR ഒക്കെ കൊടുക്കുന്നത്. ദെൻ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, അതായത് തീവ്ര പരിചരണ വിഭാഗം എന്നൊക്കെ പറയും. പെട്ടെന്നുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഏരിയ. ഇപ്പൊ ഓക്സിജൻ മാസ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ചികിത്സ കൊടുക്കാനുള്ള ഒരു ഏരിയ. ദെൻ കൺസൾട്ടേഷൻ ഏരിയ, ചികിത്സിക്കുന്ന ഒരു ഏരിയ. അതുപോലെ തന്നെ സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ, സ്റ്റാഫുകളും മറ്റും ഇരിക്കുന്ന ഒരിടം. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷണൽ ഏരിയയിൽ ഉൾപ്പെടുന്നത്. ദെൻ അതർ ഏരിയാസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. പ്രൊസീജിയർ റൂം.
അതായത് ഓപ്പറേഷൻ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, ഇതിനൊക്കെയാണ് പ്രൊസീജിയർ റൂം എന്ന് ഉദ്ദേശിക്കുന്നത്. സർജിക്കൽ ഓപ്പറേഷൻസും ഒക്കെയുള്ള ഏരിയ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യില്ലേ, ആ ഒരു ഏരിയയുടെ പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. ദെൻ പ്ലാസ്റ്റർ റൂം. എന്താണ് പ്ലാസ്റ്റർ റൂം? എന്തായിരിക്കും? ഈ പ്ലാസ്റ്റർ റൂം എന്ന് വെച്ചാല് എന്തായിരിക്കും? നമുക്ക് കയ്യോ കാലോ പൊടിയുമ്പോൾ ഫ്രാക്ചർ ഒക്കെ സംഭവിക്കുമ്പോൾ പ്ലാസ്റ്റർ ഒക്കെ ഇടില്ലേ? അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ബോൺസ് പ്ലാസ്റ്റർ ഉപയോഗിക്കും അല്ലെ? അപ്പൊ ആ ഒരു ഏരിയ പ്ലാസ്റ്റർ ഒക്കെ ഇടുന്ന ഒരു ഏരിയ. ഫാർമസി, അതുപോലെ തന്നെ ഡ്രഗ് പ്രിപ്പറേഷൻ, ഫാർമസിയിൽ മറ്റും മരുന്ന് മെഡിസിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഏരിയ. ദെൻ ഐസൊലേഷൻ റൂം. എന്താണ് ഐസൊലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ഐസൊലേഷൻ റൂം എന്താണ്? ഐസൊലേഷൻ ആ ടേം കേട്ടിട്ടുണ്ടോ? ഐസൊലേഷൻ. ഓക്കെ, പറയൂ എന്താണ്? സ്പെഷ്യൽ കെയർ റൂം ആണ് അല്ലെ? പിന്നെ എന്തൊക്കെയുണ്ട്? ഇൻഫെക്ഷസ് ഡിസീസ്, അതായത് രോഗിയെ മറ്റുള്ളവരിൽ നിന്നും മാറ്റിയിട്ട് പ്രത്യേകമായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു റൂം, അത് ഐസൊലേഷൻ റൂം. നമ്മളെ കോവിഡ് ഒക്കെ വന്ന ടൈമിൽ അങ്ങനെ ഇരുന്നില്ലേ ഐസൊലേഷൻ? യെസ്, സൂര്യ പെട്ടെന്ന് തന്നെ പറഞ്ഞോ അല്ലെ? അത് പറയുമ്പോഴല്ലേ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഐസൊലേഷന് പറയാൻ പറ്റുന്ന അല്ലെ? കൊറോണ ഒക്കെ വന്ന ഒരു ടൈമില് ഐസൊലേഷൻ ആയിട്ടായിരുന്നു പേഷ്യൻസിനെ നമ്മൾ നോക്കിയിരുന്നത്. ദെൻ ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താ ഡീകണ്ടാമിനേഷൻ എന്ന് വെച്ചാല്? ഡീകണ്ടാമിനേഷൻ മീനിങ് അറിയോ? ഡീകണ്ടാമിനേഷൻ അണുവിമുക്തമായിട്ടുള്ള ഏരിയകൾ. ദെൻ സ്റ്റോറേജ്, സ്റ്റെറിലൈസ്. ഓക്കെ, സ്റ്റോറേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സ്റ്റോറേജ് ചെയ്യുന്ന ബാക്കി സംഭവങ്ങളും അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഏരിയ. ദെൻ ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി. വൃത്തിയുള്ളതും വൃത്തിയില്ലാത്തതുമായിട്ടുള്ള ബാക്കി ഏരിയകൾ. ലിനൻ റൂം. ലിനൻ റൂമിൽ എന്തൊക്കെ ഉൾപ്പെടും? ലിനൻ റൂമില് എന്തൊക്കെയായിരിക്കും ഉൾപ്പെടുന്നത്? ലിനൻ റൂമില് അതായത് ക്ലോത്ത്സുകൾ ഉണ്ടാകും. പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ബെഡ് കവറ്, ബെഡ്ഷീറ്റ്, പില്ലോ കവറും അങ്ങനെ ടേബിൾ ക്ലോത്ത്സും മറ്റു ടവൽസ്, കർട്ടൻസ്. ഓക്കെ, അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് ലിനൻ റൂമിൽ ഉൾപ്പെടുന്നത്. ദെൻ മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. മൂവബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ വെക്കുന്ന ഒരിടം അല്ലെ? ഇപ്പൊ ട്രോളിയും വീൽ ചെയറും മറ്റും വരുന്നത്. ദെൻ മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് മീൻസ് മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ ക്ലീനേഴ്സ് റൂം. ക്ലീനേഴ്സ് റൂമിലും നമ്മൾ ഈ പറഞ്ഞ ക്ലീനിങ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലീനിങ് ട്രോളി ഉണ്ടാകും. പിന്നെ എന്താണ്? ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ്സ് അല്ലെ? നമ്മള് ഫിനോയിലും ഡെറ്റോളും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും ക്ലീനേഴ്സ് റൂമിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതേഴ്സ് ഏരിയയിൽ വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് ഏരിയ ആണ്, ഫങ്ഷണൽ ഏരിയയും അതർ ഏരിയയും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഡിസൈൻ തുടങ്ങി ഇപ്പൊ നമ്മൾ എടുത്ത ഏരിയകൾ വരെ ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നോക്കാം, പേഷ്യൻ ഫ്ലോ.
നമ്മള് കഴിഞ്ഞൊരു ചാപ്റ്ററിൽ നമ്മള് തോന്നുന്നു ലബോറട്ടറിയിലാണോ ലാബിലാണോ മീൻസ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻസിന്റെ ഫ്ലോ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? എൻട്രൻസിൽ വന്നു, റിസപ്ഷനിൽ പോയി, ദെൻ വെയിറ്റ് ചെയ്തു, കൺസൾട്ടേഷൻ ചെയ്തു, മെഡിസിൻ വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഫ്ലോ ചാർട്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ടോ? യെസ്. ഓക്കെ. അപ്പോ അതുപോലെ തന്നെ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഷ്യന്റ് വന്നിട്ടുള്ള ഒരു പേഷ്യന്റിന്റെ ഒരു ഫ്ലോ ആണ് ഇനി പറയാൻ പോകുന്നത്. പേഷ്യന്റ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻസിന് വന്നിട്ടുള്ള ആ ഒരു മീൻസ് എന്താ പറയാ, ഇവിടെ വന്നു നമ്മൾ ആ ഒരു ഫ്ലോ ചാർട്ട് മെയിൻ ആയിട്ട് 5 ഇതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ ആൻഡ് ഡിസ്ചാർജ്. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ദെൻ ഡിസ്ചാർജ്. TRTRD. ഓക്കെ, TRTRD ജസ്റ്റ് ഒന്ന് സൈഡിൽ എഴുതിയിട്ടുള്ളൂ. TRTRD മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ നോക്കാം. പേഷ്യന്റ് ഫ്ലോയില് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, അതായത് ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നിരുന്ന പേഷ്യന്റ് ആണ്. ആ പേഷ്യൻസിന് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കൊടുക്കുന്നത് ട്രയേജ് ആണ്. അതായത് ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യൻസിന് ആദ്യം ചികിത്സ നൽകുന്ന ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ട്രയേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. നമ്മള് ഒരു എമർജൻസി കേസസ് കൊണ്ടുവരുമ്പോ ആദ്യം പോയിട്ട് നമ്മൾ ചീട്ടെടുക്കാൻ പോയി നിൽക്കാറുണ്ടോ? റിസപ്ഷനിലേക്കാണോ ആദ്യം പോകുന്നത്? എന്നിട്ടാണോ രോഗിയെ കാണിക്കുന്നത്? അങ്ങനെ നിർബന്ധമുണ്ടോ ഏതെങ്കിലും ഹോസ്പിറ്റലില്? ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പോ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത് ട്രീറ്റ്മെന്റ് ആണ് പേഷ്യൻസിന് കിട്ടേണ്ടത്. സോ ട്രയേജ് ആണ് നമ്മൾ ആദ്യം ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ് ട്രയേജ്. അതായത് ഗുരുതരാവസ്ഥയിലായിട്ടുള്ള ഒരു പേഷ്യൻസിന് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റിനെയാണ് എന്ത് വിളിക്കുക? ആ ഒരു പ്രോസസ്സിനെയാണ് ട്രയേജ് എന്ന് വിളിക്കുന്നത്. നോക്കാം. ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രയേജ്ഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. അതായത് എല്ലാ രോഗികളെയും ഒറ്റ പോയിന്റിലൂടെ നിരീക്ഷിക്കുന്നു. മീൻസ് ഒറ്റതിലൂടെ പെട്ടെന്ന് തന്നെ ആദ്യം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് രോഗിയെ ഒന്ന് നിരീക്ഷിക്കുന്നു. Then the aim of triage is to sort patient for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്താണ് പറയുന്നത്? സോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യുക മീനിങ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സോർട്ട് എന്താ മീനിങ്? തരം തിരിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് തന്നെ. ഓക്കെ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് ട്രയേജിന്റെ ഒരു ഫുൾ ഫോം, മീൻസ് എയിം എന്താണ്? ട്രയേജിന്റെ എയിം, അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മള് രോഗികൾ അവരുടെ മെഡിക്കൽ ആവശ്യത്തിന്, അതായത് അവരുടെ എന്താണോ അവർക്ക് അപ്പോഴുള്ള ആവശ്യം, രോഗത്തിന്റെ ഒരു ആവശ്യം എന്താണോ അതിനനുസൃതമായിട്ട് കെയർ നൽകാനും കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് രോഗികളെ തരംതിരിക്കുക. മീൻസ് എന്താണോ അദ്ദേഹത്തിന്റെ രോഗം എന്ന് കണ്ടുപിടിച്ചിട്ട് ഏതാണോ, അല്ലെങ്കിൽ ഇപ്പോ ചിലപ്പോ ഓക്സിജൻ എന്തെങ്കിലും മീൻസ് എന്തെങ്കിലും ഒരു പേഷ്യന്റ് ലെവൽ ഓഫ് കെയർ, അതായത് പേഷ്യൻസിന്റെ അത് എന്താണോ അവർക്ക് ആവശ്യമായിട്ടുള്ളത് അതിനെ തരംതിരിച്ചിട്ട് അതിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു വിനിയോഗം ഉറപ്പുവരുത്തുക. അതാണ് നമ്മൾ ട്രയേജ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പെട്ടെന്ന് മീൻസ് ആ രോഗിക്ക് ആദ്യം ഫസ്റ്റ് ഒരു ട്രീറ്റ്മെന്റ് നൽകുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ട്രയേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ്ലി ട്രയേജ് കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ആണ് നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മള് മീൻസ് ചീട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അല്ലെ. നമ്മൾ നോർമലി അല്ലാതെങ്കിലും വല്ല പനിയോ ചുമയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ആയിട്ട് നമ്മള് പോയിട്ട് ചീട്ടെടുക്കും അല്ലെ. റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ മീൻസ് റെക്കോർഡിൽ നമ്മുടെ പേരൊക്കെ എഴുതി ചീട്ടൊക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ കൺസൾട്ടന്റിന് വേണ്ടി പോകുന്നത്. പക്ഷേ ഒരു എമർജൻസി കേസസിൽ അങ്ങനെയല്ല. നമുക്ക് ഫസ്റ്റ് ട്രയേജ് ആണ്, മീൻസ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. റിസപ്ഷൻ നോക്കാം. റിസപ്ഷൻ ദാറ്റ് ഈസ് ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് അല്ലെ. അപ്പോ ഫ്രണ്ട് ഡെസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൈമറി അസിസ്റ്റൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത് അല്ലെ. പേഷ്യൻസിനും വിസിറ്റേഴ്സിനൊക്കെ നമ്മള് ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. അതായത് നല്ലൊരു അടുത്തൊരു പ്രവർത്തന ബന്ധം ഈ മീൻസ് റിസപ്ഷൻ ഉണ്ടെന്ന്. കാരണം നമ്മളിപ്പോ ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയില്ല, നമ്മൾ ആദ്യം വന്നിട്ട് റിസപ്ഷനിലല്ലേ ചോദിക്കുന്നത്, ആണോ? റിസപ്ഷനിൽ നമ്മൾ ഇന്ന പേഷ്യൻസിനെ കൊണ്ടുവന്നു, ആളെ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് റിസപ്ഷനിൽ പോയി ചോദിക്കാറുണ്ട് ഇല്ലേ? ആണോ? അപ്പൊ അവര് പറയും ചിലപ്പോൾ ICUലാണോ അല്ലെങ്കിൽ വാർഡിലാണോ ഏത് ഏരിയയിലേക്കാണോ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. സോ
ഒരു ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. Then after triage, patient details are recorded by the clerical staff. അല്ലെ, അപ്പോൾ ട്രയേജ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡിൽ ക്ലറിക്കൽ സ്റ്റാഫ് രേഖപ്പെടുത്തുന്നത്. നമ്മൾ അതിന് ശേഷമാണല്ലോ പോകുന്നത്. Then a new medical record is either raised or the old or retrieved. ഇപ്പോ നമ്മൾ ഓൾറെഡി അവിടെ കാണുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവിടെ റെക്കോർഡ് കാര്യങ്ങൾ ഉണ്ടാകും. സോ അതൊന്ന് റിട്രൈവ് ചെയ്തെടുക്കുക. ഇനി പുതിയൊരു ആദ്യമായിട്ടാണ് ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ പുതിയൊരു മെഡിക്കൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. ഇതാണ് റിസപ്ഷൻസിൽ വരുന്നത്. വായിച്ച് മീൻസ് മനസ്സിലാക്കാനുള്ള കേട്ടോ. പോയിന്റ് പേരുകൾ മാത്രം കറക്റ്റ് ആയിട്ടൊന്ന് പഠിക്കണം. 5 എണ്ണം. TR ഓക്കെ. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, റീ ഇവാലുവേഷൻ, ഡിസ്ചാർജ്. ആ പേരുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഉള്ളിലുള്ളത് ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 5 എണ്ണം മീൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ടൊന്ന് പഠിച്ചു വെക്കാം. Then re-evaluation. Re-evaluate ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? സോ ഒരു ട്രീറ്റ്മെന്റ് കേട്ടോ. ട്രീറ്റ്മെന്റ് വിട്ടുപോയി. റിസപ്ഷൻ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ്, ചികിത്സ നോക്കാം. Patient may be directed to resuscitation area, അല്ലെ? That acute treatment area, consultation, fast track area, medical imaging or waiting area based on emergency treatment is initiated. അതായത് എമർജൻസി ട്രീറ്റ്മെന്റ്, ആരംഭിച്ചതിന് ശേഷം പേഷ്യൻസിന് ഏതൊക്കെ ഏരിയയിലാണ് ചികിത്സ നൽകുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുനരുജ്ജീവന ഏരിയ, അതുപോലെ തന്നെ തീവ്ര അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ, അല്ലെ, തീവ്ര പരിചരണ വിഭാഗം, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ ഏരിയ, ഫാസ്റ്റ് ട്രാക്ക്, അതായത് മൈനർ കെയറുകൾ അല്ലെങ്കിൽ മൈനർ കെയറുകൾ കൊടുക്കുന്ന ഒരു ഏരിയ. ദെൻ എന്താ മെഡിക്കൽ ഇമേജിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെഡിക്കൽ ഇമേജ് എന്ന് വെച്ചാൽ എന്താ മീനിങ്? അപ്പോ മെഡിക്കൽ ഇമേജിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എക്സ്റേ, ആന്തരിക അവയവങ്ങളുടെ പിക്ചറും അല്ലെ. അപ്പൊ എക്സ്റേ എടുക്കുക, അതുപോലെ തന്നെ വെയിറ്റിംഗ് ഏരിയ, ഇതൊക്കെയാണ് ട്രീറ്റ്മെന്റിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ദെൻ റീ ഇവാലുവേഷൻ ആൻഡ് ED ഫിസിഷ്യൻ. എന്താണ് ED? ഈ ED ER എന്നൊക്കെ പറയുള്ളൂ വായിക്കുമ്പോൾ കേട്ടോ. ED എന്താണ്? ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. An ED physician will re-evaluate patient condition after treatment and access test result, because the result may be given them additional insight into the type of treatment you need. അതായത് ED, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ രോഗിയുടെ അത് വീണ്ടും വിലയിരുത്തും, റീവാലുവേറ്റ് ചെയ്യും പേഷ്യന്റിന്റെ കണ്ടീഷൻ. ദെൻ ടെസ്റ്റ് റിസൾട്ടിന് ശേഷം, അതുപോലെ തന്നെ എന്താണ് ടെസ്റ്റ് റിസൾട്ടിനൊക്കെ കിട്ടി, അതിനുശേഷം ഒരു ഇൻസൈറ്റ് ആയിട്ടുള്ള ഒരു സൂക്ഷ്മ നിരീക്ഷണമൊക്കെ ടെസ്റ്റ് റിസൾട്ടിന് നടത്തിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും റീവാലുവേറ്റേഴ്സിലൂടെ പറഞ്ഞു കൊടുക്കും. അതായത് എന്തൊക്കെയാണ് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആളെ ഒരാഴ്ച കൂടി അഡ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടില്ല, അല്ലെങ്കിൽ ഇപ്പൊ കിടക്കണം എന്നാണെങ്കിൽ പേഷ്യൻസിന് ചിലപ്പോൾ കുറച്ച് ദിവസം കൂടി കിടത്തേക്ക് ചെയ്യും, അല്ലെ. ദെൻ ലാസ്റ്റ് വൺ, ഡിസ്ചാർജ്. Based on treatment patient to be removed after stabilization. ആൾ എപ്പോഴാണോ സ്റ്റേബിൾ മീൻസ് സ്ഥിരത കൈവരിക്കുന്നത് അപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ആളെ ഡിസ്ചാർജ് ചെയ്യുന്നത്. Then all patient receive written home care instruction to follow when discharged. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കെയർ ആണ് നൽകേണ്ടതെന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് പേഷ്യൻസിന് കൊടുക്കും. അതുപോലെ തന്നെ റെഫറൽ ക്യാൻ ബി മെയ്ഡ് ബേസ്ഡ് ഓൺ ഫെസിലിറ്റീസ് of hospital and patient condition if needed. പേഷ്യൻസിന്റെ കണ്ടീഷൻ എന്താണോ അതിനാവശ്യമായിട്ടുള്ള റെഫറൻസ് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഒരു 1 month കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് കാണണം, അല്ലെങ്കിൽ ചെക്കപ്സ് കാര്യങ്ങളൊക്കെ 6 months ശേഷം ചെക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മാസം വന്ന് ചെക്കപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെഫറൽ ഇത് ആ പേഷ്യൻസിന്റെ കണ്ടീഷന് അനുസൃതമായിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ട്. ഒരു ഫോളോ അപ്പ് കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഒരു പേഷ്യന്റ് ഫ്ലോയിൽ ഉൾപ്പെടുന്നത്. ട്രയേജ്, റിസപ്ഷൻ, ട്രീറ്റ്മെന്റ്, ദെൻ റീ ഇവാലുവേഷൻ, ദെൻ ഡിസ്ചാർജ്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ.
പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഉള്ളിലുള്ളത് പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. നമ്മൾ ആ പേര് പേഷ്യന്റ് ഫ്ലോ ചിലപ്പോ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ചിലപ്പോ അത് ഓർഡർ എങ്ങനെയെങ്കിലും തെറ്റിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ പറയും, അല്ലെങ്കിൽ ചിലപ്പോ ഇത് കറക്റ്റ് ആയിട്ടുള്ളതാണോ റോങ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാനും അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ ആ പേരുകൾ 5 എണ്ണം കൃത്യമായിട്ട് അതിന് പഠിക്കാം. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിട്ടേ TR എന്ന് ഒന്ന് പഠിച്ചിട്ട് വെക്കട്ടോ. എളുപ്പം ഷോർട്ട് ഫോം ഒക്കെ ആയിട്ടൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചെല്ലാവരും? ഓക്കെ, ഓക്കെ. അപ്പൊ ഇത്ര എടുക്കുന്നുള്ളത് ഒരുപാട് എടുത്ത് ബോറാക്കുന്നില്ല. എടുത്ത് എത്രയും മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി വലിയ കുഴപ്പമില്ലാത്ത ഏരിയയാണെന്ന് തോന്നുന്നു. കുറച്ച് ലബോറട്ടറികളും കൂടി കുറച്ചും കൂടി എളുപ്പമാണ്. ഇനിയിപ്പോ അടുത്ത പോയിന്റ്സുകളും വലിയ ബുദ്ധിമുട്ടില്ല. വർക്ക് ഫോഴ്സും നമ്മൾ മീൻസ് ആക്സിഡന്റിൽ സൂക്ഷിക്കുന്ന റെക്കോർഡ്സുകളൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോട് കൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ, കുഴപ്പമുണ്ടോ എടുത്തിട്ട്? എന്ത് തോന്നി? എളുപ്പമാണോ ചാപ്റ്റർ? തുടക്കം കുഴപ്പമില്ല? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവർക്കും? എന്താ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞതൊക്കെ ഞാൻ അടയാളപ്പെടുത്തുമ്പോൾ അതനുസരിച്ചിട്ട് പറയുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് അണ്ടർലൈൻ ചെയ്യാനുള്ളതും അടയാളപ്പെടുത്തൊക്കെ ചെയ്യാം കേട്ടോ. ദെൻ ഇതിന്റെ കുറച്ച് നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരാം. നോട്ട്സ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും നോട്ട്സ് തരാനില്ല. എക്സാക്ട്ലി എല്ലാം കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് അല്ലെ. വലിയ ഞാൻ ഇനി കൂടുതൽ നോട്ട്സ് എഴുതി അത്യാവശ്യമുള്ളതാണെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് തന്നാൽ മതിയില്ലേ? നമുക്ക് ടോട്ടലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. മതിയോ? അങ്ങനെ മതിയോ? നമ്മുടെ ക്ലാസ് ഒന്ന് പെട്ടെന്ന് എടുക്കണമല്ലോ. നമുക്ക് ക്ലാസ് മിസ് ആവാൻ പാടില്ല. ഓക്കെ, നമുക്ക് അതിന്റെ ഇടയിൽ കുറച്ച് അവധികളും കുറച്ച് ഇതൊക്കെ ക്ലാസ് പോയത് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് മീൻസ് അതൊന്ന് വിട്ടുപോയത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു വീക്കോട് കൂടി തന്നെ തീരും. ഒരു ക്ലാസ് കൂടി നമുക്ക് ഇനി ക്ലാസ് വരുന്നത് തേഴ്സ്ഡേ ആണോ വരുന്നത്? ഓക്കെ, അപ്പൊ തേഴ്സ്ഡേ കൂടി തീരുമെന്ന് എനിക്ക് അറിയില്ല. ഒരു ദിവസം കൂടി വേണ്ടി വരെയായിരിക്കും. ഇല്ല, കുഴപ്പമില്ല. അടുത്ത ട്യൂസ്ഡേയോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. 2 ക്ലാസ്സിലേ നമുക്ക് വരുന്നുള്ളൂ. നാളെ ക്ലാസ് ഉണ്ടാകും. നമുക്ക് ഇൻഫോർമേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. ക്ലാസ് ഇല്ലാതെ ഇൻഫോർമേഷൻ വന്നായിരുന്നോ? വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, നാളെ അവധി അങ്ങനെ പ്രത്യേകിച്ച് അവധി ഇല്ല. നമ്മുടെ പോർഷൻസ് പിന്നെ തീരാണ്ട് വരും. അങ്ങനെ അവധിയൊക്കെ ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അവധിയൊക്കെ നമ്മൾ തരാറുണ്ടല്ലോ അല്ലെ. അപ്പോ എന്താണ് പോർഷൻസ് ഒക്കെ തീരണ്ടേ നമുക്ക്? ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടോ? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? എല്ലാ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യണില്ല എല്ലാവരും? പഠിക്കുന്നൊക്കെ ഉണ്ടോ എല്ലാവരും? ക്ലാസ് കേൾക്കല് മാത്രമേ ഉള്ളോ? പഠിക്കുന്നുണ്ടോ എല്ലാവരും?
ഓക്കെ, പഠനം എങ്ങനെ പോകുന്നു? നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ? ഇനി എക്സാമുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യാ, നല്ല രീതിയിലൊക്കെ പഠിക്കാം കേട്ടോ. ഓക്കെ, ബിനോയ് നന്നായി പഠിക്കുന്നുണ്ട്. അപ്പൊ നന്നായി. ഓക്കെ, എല്ലാവരും നല്ല രീതിയിലൊക്കെ പഠിക്കണം കേട്ടോ. കുഴപ്പമില്ല, എക്സാം ഒക്കെ നല്ല എളുപ്പമായിരിക്കും, ഈസി ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആക്സിഡന്റ് ആൻഡ് എമർജൻസി നമ്മൾ എടുത്ത അത്രയും ഒന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വായിക്കാം കേട്ടോ. പറ്റുമെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെയാണോ അതനുസരിച്ചിട്ടൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചിട്ട് വരിക. ഓക്കെ, എന്ത് പറ്റി? ആരും ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ഉച്ച ആയതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും ഉറക്കത്തിലോട്ട് പോയോ? ഉറക്കത്തിലാണോ എല്ലാവരും? ആണോ? ഇല്ല. ഓക്കെ, കുറച്ചുപേരൊക്കെ ഉറങ്ങുന്നുണ്ടെന്ന് തോന്നണല്ലേ. പിന്നെ ഈ ആഴ്ച PSC എക്സാം ഉണ്ട്. ഓക്കെ, PSC എക്സാം ഒക്കെ എഴുതണം, നല്ല കാര്യം. അതനുസരിച്ച് നമ്മുടെ കൂടി ഒന്ന് പഠിക്കാം. ഓക്കെ, LDC. ഓക്കെ, ബെസ്റ്റ് വിഷസ് കേട്ടോ. നല്ല രീതിയിൽ എക്സാം ഒക്കെ എഴുതിക്കോളൂ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? വിനയ് മാത്രമുള്ള LDC എഴുതുന്നത്? PSC ഒക്കെ അറ്റൻഡ് ചെയ്യണോട്ടോ ഇതിന്റെ ഒപ്പം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Thank you. Thank you, ma'am. Thank you, ma'am.